മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദുർഗയാണെങ്കിൽ ഒരമ്മയെ കൊണ്ടുവന്ന് നോക്കിക്കുന്നുണ്ട്. ആ സമയത്ത് ആ അമ്മ ഉറപ്പിച്ച് പറയുന്നുണ്ട് 110% ഉറപ്പുണ്ട് ആ കുട്ടിയുടെ വയറ്റിൽ അനക്കമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന്. ആ സമയത്ത് ഈ ദുർഗ പൈസയൊക്കെ കൊടുത്ത് അവരെ വിടുന്നുണ്ട്. പിന്നീട് ഉണ്ണിയോട് പറയുന്നുണ്ട് അവർ പറഞ്ഞത് ഈ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് തന്നെ, എന്തായാലും അതൊന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്കൊരു പണി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ദുർഗ ഉണ്ണിയുടെ അടുത്ത് നിന്ന് ഗ്രീസൊക്കെ വാങ്ങിയിട്ട് മഹാലക്ഷ്മി ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പിൽ തേച്ച് വെക്കുന്നുണ്ട്. ഇതേ സമയം മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മഹാലക്ഷ്മിക്ക് അറിയില്ല ഈ ദുർഗ ഇങ്ങനെയൊന്നും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം. താഴേക്ക് ഇറങ്ങി വരുമ്പം ദുർഗയാണെങ്കിൽ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് മഹാലക്ഷ്മി വീഴുന്നുണ്ടോയെന്ന് അറിയാൻ. അങ്ങനെ ഒന്നും അറിയാത്ത മഹാലക്ഷ്മി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും വേഗം തന്നെ ആ ഗ്രീസിൽ ചവിട്ടിയിട്ട് മഹാലക്ഷ്മി താഴേക്ക് വീഴുന്നുണ്ട്. ആ വീഴ്ച കണ്ടതും ദുർഗ ഓടി വരുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ബോധമില്ലാതെ കിടക്കുക. എന്നിട്ട് ദുർഗ ഉണ്ണിയോട് ചെന്ന് പറയുന്നുണ്ട്, ഉണ്ണി വന്നേടാ, അവള് സ്റ്റെപ്പിൽ നിന്ന് വീണു, ഇപ്പം അവൾക്ക് ബോധമല്ല, നമുക്ക് അവളെയും കൊണ്ട് ആസ്പത്രിയിൽ പോകാമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾ അവരെ ആസ്പത്രിയിൽ കൊണ്ടുപോകണം അമ്മേ, അവരവിടെ എങ്ങും കിടക്കട്ടെ എന്ന് പറയുമ്പോൾ, അല്ലടാ ഉണ്ണി, നമ്മളിപ്പോൾ ആസ്പത്രിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവൾക്ക് വിശേഷം ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മളുടെ കൂടെ വേറെ ആരും ഇല്ലല്ലോ, എന്തായാലും നമുക്കിപ്പോൾ തന്നെ അവളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കരുണയെ അന്ന് കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മേ, എന്നാൽ ശരിയുടെ മോനെ നീ വേഗം കാർ ഇറക്ക്, ഞാനപ്പോൾ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഈ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിക്ക് ബോധം തെളിയുന്നില്ല. പിന്നീട് ഉണ്ണി ദുർഗയും കൂടി ഒരു പ്രകാരം കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോണ വഴിക്ക് ഈ കണ്ണനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. കണ്ണൻ ഫോൺ എടുത്തതും എന്താടാന്ന് ചോദിക്കുമ്പം അത് ഏടത്തി ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണു, ബോധമില്ല, ഞങ്ങളിപ്പോൾ ഏടത്തിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഏട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ഇത് കേട്ടതും ആകെ പേടിയാവുന്നുണ്ട്. വേഗം തന്നെ കണ്ണൻ ഫോൺ എടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട്. അനന്ത് ഫോൺ എടുത്തതും എന്താണ് കണ്ണാന്ന് ചോദിക്കുമ്പോൾ മഹിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അവർ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതാണോ എന്നറിയില്ല. എന്ത് പറ്റിയിടാ മഹിക്ക്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ ഓഫീസിൽ പോയപ്പോൾ മഹിയെ ഇവിടെ ആക്കിയിട്ട് പോയാൽ മതിയായിരുന്നു എന്ന്, ഇതുപോലൊരു മണ്ടത്തരം നീ അല്ലാണ്ട് ചെയ്യോടെ കണ്ണാന്ന് ചോദിക്കുമ്പം എന്തായാലും നീയും ലേഖയും കൂടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന്. ആ സമയത്ത് ആനന്ദവും ലേഖയും പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ എത്താം കണ്ണേട്ടൻ ആസ്പത്രിയിലേക്ക് ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയും ഉണ്ണിയും കൂടി ഹോസ്പിറ്റലിലേക്ക് മഹാലക്ഷ്മിയും കൊണ്ട് വന്നതും അവിടുത്തെ സ്റ്റാഫെല്ലാം ചേർന്ന് മഹാലക്ഷ്മിയെ സ്ട്രെച്ചറിൽ കിടത്തി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊന്നും മഹാലക്ഷ്മിക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ല. എന്നിട്ട് ഡോക്ടറെ അവരെ വിശദമായി പരിശോധിച്ചിട്ട് ഈ ദുർഗയോടും ഉണ്ണിയോടും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, എന്ത് പറ്റിയതാണെന്ന് അറിയില്ല, ഞങ്ങൾ നോക്കുമ്പം വീണ് കിടക്കുമായിരുന്നു എന്ന്, എന്തായാലും ഞാനൊന്ന് വിശദമായിട്ട് ചെക്കപ്പ് നടത്തി നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ വീണ്ടും മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് മഹാലക്ഷ്മിയുടെ മുഖത്ത് വെള്ളം തെളിച്ചതും മഹാലക്ഷ്മിക്ക് ബോധം തെളിയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി കണ്ണ് തുറന്ന് ചുറ്റും നോക്കുമ്പോൾ ഞാനിത് എവിടെയാണ്, എനിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി വീണ് കുട്ടിയുടെ ബോധം പോയതാ, ഇവിടെ കുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുവന്നതാ, മോൾക്ക് എന്താ ശരിക്കും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ മഹാലക്ഷ്മി വേഗം തന്നെ പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ, മോളെന്താ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ അബദ്ധം പറ്റിയതുപോലെ ആവുന്നുണ്ട്. പിന്നീട് അവരെന്തായാലും ഞാനെല്ലാം ഒന്ന് വിശദമായിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് പറയാമെന്നും പറഞ്ഞ് എല്ലാം നോക്കിയിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളുടെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല, പേടിക്കണ്ട കേട്ടോ എന്ന്. പിന്നീട് ഡോക്ടറിൻ്റെ അടുത്ത് വിവരങ്ങൾ ചോദിക്കാനായിട്ട് ദുർഗയും ഉണ്ണിയും കയറി ചെല്ലുന്നുണ്ട്. ദുർഗയും ഉണ്ണിയും കണ്ടതും ആ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണ്ടായിരുന്നോ, ആ കുട്ടി വീണത് കൊണ്ട് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ, ഭാഗ്യത്തിന് അവരുടെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല എന്ന്. അത് കേട്ടതും ദുർഗ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ആരുടെ കുഞ്ഞിൻ്റെ കാര്യം പറയണതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് അല്ലേ, ആ കുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ഡോക്ടറോട് ആരാ പറഞ്ഞേ ആ കുട്ടി പ്രഗ്നൻ്റാണെന്ന് പറയുമ്പം അത് ആ കുട്ടി തന്നെയാണ് പറഞ്ഞത്, ബോധം തെളിഞ്ഞതും ആ കുട്ടി എന്നോട് ചോദിച്ചത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ ഡോക്ടറേന്ന്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ദുർഗയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഏത് ഡോക്ടറെ ആ കുട്ടി കണ്ടതെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടറെ, അവൾ പ്രഗ്നൻ്റാന്നുള്ള വിവരം പോലും ഞങ്ങൾ ഇപ്പോഴാണ് അറിയണേന്ന്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, തൽക്കാലം ആ കുട്ടി ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഇനിയിപ്പം ഇവിടെ കിടക്കണോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം
ഇന്നിപ്പോൾ ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ, കുറച്ച് സമയങ്ങളിൽ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിലോട്ട് പറഞ്ഞു വിടാം. എന്തായാലും നിങ്ങൾ പുറത്ത് നിൽക്കുന്നു പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദുർഗയും ഉണ്ണിയും വെളിയിൽ വന്നിട്ട് ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഉണ്ണി പറയുന്നുണ്ട് അമ്മയുടെ സംശയമൊക്കെ ശരിയായി അമ്മേ, എന്തായാലും അവർ അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ അവരെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കും, ആ കാര്യത്തിലൊരു സംശയമില്ല. ആ സമയം ദുർഗ പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞതാ അവൾ നിന്നെ ചതിക്കൂടാന്ന്. അന്നൊക്കെ അവൻ നമ്മളെ പരിഹസിക്കുമായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട്, ഇനി അവൻ്റെ എല്ലാ പരിഹാസവും മാറിക്കോളും, ഇനി നമ്മളുടെ ഇഷ്ടത്തിന് അവനെ കിട്ടും. എന്തായാലും ഈ മരണം അവൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ, ഇനി ഇതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും അമ്മയെന്ന് വയ്ക്കുമ്പോൾ അത് ആരായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലടാ, എന്തായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ ശാപം ഒഴിഞ്ഞു പോകുമല്ലോ, ഇവള് പോയി എന്ന് പറഞ്ഞാൽ കർണമോൾ ആ നിമിഷം വീട്ടിലോട്ട് വരികയും ചെയ്യും, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നൂലോ എന്നൊക്കെ ഓർത്ത് ഈ ദുർഗയാണെങ്കിൽ ഭഗവാന് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പുറത്തെത്തിയതും ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. എടാ മഹി എവിടെയാണ് കിടക്കുന്നത്, ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ഈ മഹാലക്ഷ്മിയെ ഇനി കണ്ണൻ ഉപേക്ഷിക്കൂ എന്നുള്ള ഉറപ്പിൽ വേഗം തന്നെ ഈ കണ്ണനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഈ ഉണ്ണിയുടെ മുഖം കാണുമ്പോൾ തന്നെ കണ്ണന് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മി അഭിഹിത ഗർഭമാണെന്ന് വിചാരിച്ച് ഞാൻ ഉപേക്ഷിക്കൂ എന്നുള്ള സന്തോഷത്തിലാണ് ഉണ്ണി നിൽക്കണേന്നൊക്കെ. പിന്നീട് കണ്ണൻ്റെ വീൽ ചെയർ മുന്തിക്കൊണ്ട് ഉണ്ണിയും കൂടി വരുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് മഹിക്ക് എന്താടാ പറ്റിയെന്ന് വയ്ക്കുമ്പം അതൊക്കെ ഏട്ടനക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെയായി കാര്യങ്ങൾ. അമ്മ പല പ്രാവശ്യം കണ്ണേട്ടനോട് പറഞ്ഞതല്ലേ അവരെ വിശ്വസിക്കരുതെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി, അവരുടെ തനി സ്വഭാവം കാണിച്ചില്ലേ എന്ന സമയത്ത് കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട് അവർ തനി സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ലടാ, മഹി അമ്മയാവാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, പക്ഷെ ശരിക്കും അതെൻ്റെ കുഞ്ഞ് തന്നെയാണ്, നീ അതോർത്ത് സന്തോഷിക്കൊന്നും വേണ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനെ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ ദുർഗ വന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞടാ അവൾ നിന്നെ ചതിക്കുമെന്ന്, ഇപ്പം മനസ്സിലായില്ലേ അവളൊരു അമ്മയാവാൻ പോവുക, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസവും കൂടി നിന്നോട് ഞാൻ സൂചിപ്പിച്ചതാ അവളെ വിശ്വസിക്കരുത്, അവൾ നിന്നെ ചതിക്കുമെന്ന്. അപ്പം നീ എന്താ പറഞ്ഞാൽ ചതിക്കുവാണെങ്കിൽ ചതിച്ചോട്ടെ എന്നല്ലേ, എന്നാൽ ഇപ്പം അവൾ ചതിച്ചു കഴിഞ്ഞു, ഇത്രയും ദിവസം അവളത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, അവൾക്കിത് നേരത്തെ തന്നെ അറിയായിരുന്നു, എന്തായാലും ഈ വീഴ്ച കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ എന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, തൽക്കാലം നിങ്ങളിവിടെ നിൽക്കുന്നും പറഞ്ഞ് കണ്ണൻ മഹാലക്ഷ്മിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. കണ്ണനെ കണ്ടതും മഹാലക്ഷ്മി കണ്ണേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പം എന്താടോ താനെന്താ സൂക്ഷിക്കാതെ ഇരുന്നേ, വീണ് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ വീണത് എങ്ങനെയാണെന്ന് അറിയില്ല കണ്ണേട്ട, ആ സ്റ്റെപ്പിൽ ചവിട്ടിയതും എൻ്റെ കാല് തെന്നിപ്പോയി, ആ സ്റ്റെപ്പിൽ എന്തോ വഴുവഴുപ്പുള്ളതുപോലെ എനിക്ക് തോന്നി. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ താൻ സംശയിക്കൊന്നും വേണ്ട, തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള സംശയത്തിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ടാനമ്മ തന്നെയായിരിക്കും സ്റ്റെപ്പിൽ വലിയ എണ്ണ എന്തെങ്കിലും തേച്ചിട്ടത് തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തായാലും അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു, താൻ ഒരമ്മയാവാൻ പോകുന്ന വിവരം അമ്മയും മകനും അറിഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ട, എന്തായാലും ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ അവർ അനുവദിക്കില്ലല്ലോ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനി കുറച്ച് വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ മറ്റൊരു നാടകം കളിച്ചേ പറ്റൂ മയ്യെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന്. ഈ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് ഇത്രയും നാളും ഭാര്യയെ ജീവനായിട്ട് കണ്ട ആള് ഇന്ന് മുതൽ അവരെ ശത്രുവായിട്ട് കാണും, അമ്മ നോക്കിക്കോ, എന്തായാലും കണ്ണേട്ടൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, കണ്ണേട്ടന് ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല, അത് അവർക്കും അറിയാം, അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നീക്കം നടത്തിയത്. എന്തായാലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലായതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനാ കിട്ടുള്ളൂ, ഇനിയിപ്പോൾ കണ്ണൻ്റെ സ്വത്തുക്കൾ നമ്മൾ എങ്ങനെ തിരിച്ചു മേടിക്കൂടാന്നൊക്കെ ചോദിക്കുമ്പം അതിനൊക്കെ കണ്ണേട്ടൻ എന്തെങ്കിലും മാർഗം കണ്ടോളും. എന്തായാലും അമ്മ പരമാവധി കണ്ണേട്ടൻ്റെ മനസ്സിൽ അവരോടുള്ള ദേഷ്യം കുത്തി നിറച്ചു കൊടുക്കണം, ഒരിക്കലും ഇനി അവരെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഇടവരരുതെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റട ഉണ്ണി, എന്തായാലും ഇനി ഒരിക്കലും അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കൂല, അതും അവളുടെ കുഞ്ഞിൻ്റെ തന്ത ആരാന്നറിയാതെയെന്ന്. ആ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇപ്പം അവരെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് തനിക്ക് വേറെ ഏതോ രീതിയിലുണ്ടായ കുഞ്ഞാ ഇതെന്ന്, അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് തന്നെ അവർ ശക്തമായിട്ട് വാദിക്കും. ഇപ്പം തൽക്കാലം ഞാൻ എഴുന്നേറ്റ് നടന്ന വിവരമൊന്നും അവരറിയോ വേണ്ട, അതുകൊണ്ട് തന്നെ ഞാനും താനും പിണങ്ങിയ മാതിരി താൻ അനന്തുവിൻ്റെ വീട്ടിൽ പോയി നിന്നോ, അതാ നല്ലത്, ഇത് കുറച്ച് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു, അന്നേ ലേഹയും അനന്തും എന്നോട് പറഞ്ഞതാ തന്നെ അവിടെ തന്നെ നിർത്താൻ,
അന്ന് ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും താൻ വേറെ ആരുടെയോ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുക എന്നുള്ള പേരിൽ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് തന്നെ അവർ വിചാരിച്ചോട്ടെ. എന്തായാലും ഇനി അനന്തു ലേഖ ഇപ്പോൾ വരും, അവരുടെ കൂടെ താൻ അവരുടെ വീട്ടിലോട്ട് പോയിക്കുമെന്ന്. അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാവോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ ഒരു ശരിയാവുകയില്ല. ഇനി നമുക്ക് ഒരു നാടകവും കൂടി കളിച്ചേ പറ്റൂ, എന്നാലേ നമ്മളുടെ കുഞ്ഞിനെ ജീവനോടെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ തൻ്റെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ അമ്മയും അമ്മയുടെ മോനും ആരും സമ്മതിക്കൂല, അതിനെ കൊല്ലാനേ നോക്കുള്ളൂ. അപ്പം തൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ അവർ ആ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കും. അതുകൊണ്ട് താൻ അനന്തുവിൻ്റെയും ലേഖയുടെയും കൂടെ പോയിക്കുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ നേരാ, ഞാൻ കണ്ണേട്ടൻ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം, അനന്തുവേട്ടൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് ഞാൻ പോയിക്കോളാം. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയെ കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ദുർഗ ഉണ്ണിയും കൂടെയും കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ടാ, ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതല്ലേ അവൾ നിന്നെ ചതിക്കൂന്ന്, എന്നിട്ട് ഇപ്പം നിനക്ക് ബോധ്യമായില്ലേ അവളുടെ തനി സ്വഭാവം, ഇനിയിപ്പോൾ നീ എഴുതി കൊടുത്ത സ്വത്തൊക്കെ എങ്ങനെ തിരിച്ചു മേടിക്കൂടാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിനൊക്കെയുള്ള പ്രതിവിധി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തായാലും ഞാനൊരു കടുത്ത തീരുമാനത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്, ഇനി മഹാലക്ഷ്മി തിരിച്ച് കമലേശ്വരത്തേക്ക് ഇല്ലാന്ന്. അത് കേട്ടതും ദുർഗയും ഉണ്ണിയും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.